അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ കർക്കിടകക്കഞ്ഞി ഉലുവക്കഞ്ഞിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നാണ് കാണിക്കുന്നത്. കർക്കിടകക്കഞ്ഞിക്ക് കുറേ ഗുണങ്ങളുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ലേഡീസിന് ബ്ലഡ് വർദ്ധിക്കാനും പിന്നെ അമ്മമാർക്ക് മുലപ്പാൽ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കും ബാക്ക് പെയിനൊക്കെ ഈ ഒരു കഞ്ഞി നല്ലതാണ്. പിന്നെ ഞാൻ ഈ ഒരു ടേബിൾ സ്പൂൺ വെച്ചിട്ടാണ് മെഷർമെൻറ്റ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ ഒരു ടേബിൾ സ്പൂൺ പൊടിയേരിയാണ് എടുത്തിട്ടുള്ളത്. ഈ ബാക്കിയുള്ളതെല്ലാം ഇതേ അളവിൽ തന്നെ എടുക്കുന്നുണ്ട്. ഉലുവ എടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് അയമോദകം ഗ്യാസ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കൊക്കെ നല്ലതാണ്. കരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ ചെറുപയർ, വൻപയർ എടുത്തിട്ടുണ്ട്, മമ്പയർ, കടലപ്പരിപ്പ്, പിന്നെ റാഗിയാണ് ചേർക്കുന്നത്. ഒരു ടേബിൾ സ്പൂൺ ഗോതമ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ കഴുകിയിട്ട് കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം. തലേന്നേ കുതിർത്ത് വെച്ചിട്ട് പിറ്റത്തെ ദിവസം എടുത്താൽ അത്രയും നല്ലതാണ്. ഞാനൊരു 6 മണിക്കൂറാണ് കുതിർത്ത് വെച്ചത്. എന്നിട്ട് ഈ കുതിരാൻ വേണ്ടി വെച്ചിട്ടുള്ള വെള്ളത്തോട് കൂടിയിട്ട് കുക്കറിലിട്ടിട്ട് വേവിച്ചിട്ടെടുക്കുക. എനിക്ക് കുക്കറിൽ ഇതൊരു 4 വിസിലായപ്പോഴാണ് കറക്റ്റായിട്ട് വെന്ത് കിട്ടിയത് കേട്ടോ. ഓരോ കുക്കറിനനുസരിച്ചിട്ട് വേവ് മാറ്റം ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വെക്കുക. ഇനി ഈ കഞ്ഞിൻ്റെ ഉലുവൻ്റെ കയ്പ്പൊക്കെ മാറാൻ വേണ്ടിയിട്ട് അതിലേക്ക് ശർക്കരയും കൂടെ ചേർത്തെടുക്കുന്നുണ്ട്. ഞാൻ ഈ ഒരച്ച് ശർക്കര എടുക്കുന്നത്, ചെറിയൊരച്ച് ശർക്കരയാണ്. അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഉരുക്കിയെടുക്കുന്നത്. 4 വിസിലോട് കൂടിയിട്ട് തന്നെ അത് കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ഒഴിച്ചെടുക്കുക. എന്നിട്ട് ഈ ശർക്കരപ്പാനി എല്ലായിടത്തും ആവണ രീതിയിൽ ഒന്ന് തിളപ്പിച്ചിട്ട് കൊടുക്കുക. ഇനി ഈ കഞ്ഞിയിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാൻ പിങ്ക് സോൾട്ടാണ് ഉപയോഗിക്കുന്നത്. ഇന്ദുപ്പുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. ഞാനിപ്പോൾ എൻ്റെ അടുത്ത് ഇല്ലാത്ത കാരണം പിങ്ക് സോൾട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർക്കേണ്ടത്. ഞാൻ 1 കപ്പ് തേങ്ങ എടുത്തിട്ട് അതിൻ്റെ 1-ാം പാലും 2-ാം പാലും കട്ടിയോട് കൂടിയിട്ട് തന്നെ എടുത്തിട്ടുള്ളതാണ് ഈ കഞ്ഞിയിലേക്ക് ഒഴിച്ചെടുക്കുന്നത്. അത് 1 കപ്പോളം ഉണ്ടാവും ഈ തേങ്ങാപ്പാൽ. എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അധികം തിളപ്പിക്കുന്നത് നല്ലതല്ല. അപ്പോൾ മഞ്ഞൾപ്പൊടിൻ്റെ ഗുണങ്ങളൊക്കെ പോകുമെന്നാണ് പറയുന്നത്. അവസാനമായിട്ട് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് എല്ലായിടത്തും മിക്സ് ആയതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ടെടുക്കുക. നമ്മുടെ കർക്കിടകക്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഇതിന് കർക്കിടകക്കഞ്ഞി എന്ന് പേര് തന്നെ. മഴക്കാലത്താണല്ലോ എല്ലാവർക്കും വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങളും മേലുവേദനയൊക്കെ കൂടുന്ന ടൈം മഴക്കാലത്താണ്. നമുക്ക് ബാക്ക് പെയിനൊക്കെ ഉള്ളവർക്ക് അറിയാം, മഴക്കാലം ആകുമ്പോൾ നല്ല വേദനയായിരിക്കും. ആ സമയത്ത് കഴിച്ചാൽ ആശ്വാസം കിട്ടും. അതുകൊണ്ടാണല്ലേ ഇതിന് കർക്കിടകക്കഞ്ഞി എന്ന് പേര് വന്നത്. ഈ ഒരു കഞ്ഞി ചൂടോട് കൂടിയിട്ട് വേണം കഴിക്കാൻ. തലേന്നൊക്കെ വെള്ളത്തിലിട്ടിട്ട് രാവിലെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിച്ചാൽ അത്രയും നല്ലതാണത്. അപ്പോൾ ഇന്നത്തെ ഈ കർക്കിടകക്കഞ്ഞിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. കുറേ ഔഷധ ചെടികളോ ഇലകളോ ഒന്നും ചേർത്തിട്ടില്ല. സാധാ നമ്മളെ വീട്ടിലുള്ള ധാന്യങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ നിങ്ങളെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.